ഒരു ദിവസം 3-ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, ഫാദറെ ലവ് ലെറ്റർ കിട്ടി. ഞാൻ ചോദിച്ചു, നിനക്കോ? അപ്പൊ അവൾ എടുത്ത വഴിക്ക് പറയാ, നോക്ക് ഫാദറെ. ഞാനത് തുറന്നു നോക്കി. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഐ ലവ് യു ഡി കിസ്. അടുത്ത ഡയലോഗ്, നിനക്കെന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ മറുപടി പ്രണവിന്റെ കയ്യിൽ കൊടുക്കണം. അടുത്ത സെന്റൻസ് ആണ് അതിനേക്കാളും ക്ലാസിക് സാധനം. അത് എഴുതി വെച്ചേക്കണം എങ്ങനെയാണെന്നറിയോ? നിനക്കെന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ താഴെ കാണുന്ന യെസ് ഓർ നോയിൽ ടിക്കിടണം. 2 കോളം വരച്ചു വെച്ചിരിക്കുകയാ. അതിൽ ഒരു കോളത്തിൽ എസ് എന്നും ഒരു കോളത്തിൽ നോ എന്നും എഴുതിയിട്ടുണ്ട്. കൗതുകത്തോടെ അവളോട് ചോദിച്ചു, ആരാടി നിനക്കിത് തന്നത്? അവളിങ്ങനെ കൈ ചൂണ്ടിട്ട് പറഞ്ഞു, ദേ ആ ചെറുക്കൻ തന്നതാ. ഏത് ചെറുക്കൻ? ആ ചെറുക്കൻ. ആരാന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ അവൾ എടുത്ത വഴിക്ക് പറഞ്ഞു, ഫാദറെ ഞാൻ പോയി വിളിച്ചോണ്ട് വരാട്ടോ. പിന്നെ അവൾ ഒറ്റ ഓട്ടോ ഓടി. ഞാനിങ്ങനെ കാത്തു നിൽക്കുകയാ ആ മിടുക്കനെ ഒന്ന് കാണാൻ വേണ്ടി. ഒരു 5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ഇന്ത്യൻ പട്ടാളത്തിന്റെ കയ്യിൽ ഒരു പാകിസ്ഥാൻ തീവ്രവാദിയെ കിട്ടിയ എങ്ങനെ കൊണ്ടുവരുവോ അങ്ങനെ 3-ാം ക്ലാസ്സിലെ കാക്കിരി പീക്കിരി ആൺപിള്ളേരും പെൺപിള്ളേരും ചേർന്നിട്ട് ഒരു ചെറുക്കനെ ഉന്തി തള്ളിക്കൊണ്ടുവന്നു. ഇത്രയും പൊക്കമുള്ള സുന്ദരനും സുമുഖനുമായ ഒരു യുവാവ് 5-ാം ക്ലാസ്സുകാരനാ. ഞാൻ ചോദിച്ചു, എടാ നീ ആണോടാ ഇത് എഴുതിയേ? എടുത്ത വഴിക്ക് അവൻ പറഞ്ഞു, യെസ് ഫാദർ ഐ ഡു. ഞാൻ പൂശിയതാ. ഞാൻ ചോദിച്ചു, എടാ നീ തന്നെയാണോടാ ഇത് എഴുതിയേ? അവനെ ചോദ്യമേ ഇഷ്ടപ്പെട്ടില്ല. അവൻ ചോദിക്കുക, ഫാദർ വാട്ട് ഡൗട്ട് ഐ അലോൺ. ഞാൻ തന്നെ പൂശിയതാന്ന് അവൻ പറയണേ. ഞാൻ എല്ലാ കുട്ടികളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ചോദിച്ചു, എടാ ഇങ്ങനെയൊക്കെ എഴുതാൻ കൊള്ളൂ, ഇത് ശരിയാണോടാ? ഇവനോട് തിരിച്ചു ചോദിച്ചു, ഫാദർ യു സേ വാട്ട് മിസ്റ്റേക്ക് ദയർ. അവിടെ എന്നെ തെറ്റുള്ളതെന്ന് ഫാദർ പറ. ഞാൻ വീണ്ടും ചോദിച്ചു, എടാ നിനക്ക് എത്ര വയസ്സ് പ്രായമായടാ? അവൻ അഭിമാനത്തോടെ പറഞ്ഞു, ഫാദർ ഐ ആം 10 years old. 10 വയസ്സ് പൂർത്തിയായ യുവാവാണ്.